ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ അറിയാനാണല്ലേ? ഞാൻ ഷെയർ ചെയ്യാതെ നിങ്ങൾക്കറിയില്ലല്ലോ അല്ലേ? അപ്പോൾ ഞാൻ എല്ലാ കാര്യവും ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ കാര്യം ഞാൻ ചെയ്യാത്തതിന് ഒരുപാട് സങ്കടമുണ്ട്, ചെയ്യാൻ വൈകിയതിനും. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് 2 ആഴ്ചയായിട്ട് ഇത്തിരി വീഡിയോസ് ഇടാത്തത് അതുകൊണ്ടാണ്. പനിയായിരുന്നു, കുറച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയി, ജലദോഷം, തൊണ്ടവേദന. ഇപ്പോഴും ക്ലിയറായി ശരിക്കൊന്നും ക്ലിയർ ആയിട്ടില്ല, ക്ഷീണമൊന്നും വിട്ടിട്ടില്ല. എന്നാൽ കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ലേറ്റായതിന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ചാനൽ ഇവിടെ തന്നെ എത്താൻ കാരണം ഇത്രയും 7000 സബ്സ്ക്രൈബർ കടക്കാനും അതേപോലെ വാച്ച് അവർ കൂടാനും കാരണം നിങ്ങളാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ കാരണം. അപ്പോൾ എൻ്റെ ചാനൽ, യൂട്യൂബ് ചാനൽ, ഞങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും ഒരു ഗ്രോ അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ, മുന്നേറ്റം ഉണ്ടെങ്കിൽ, അതേപോലെ ബാക്കിലോട്ടാണെങ്കിലും എല്ലാ കാര്യവും നിങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് ചെറിയൊരു വിഷമമുണ്ട്, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ചുണ്ടണി മേടിച്ചു പോകണം. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല കേട്ടോ, വേഗം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഈ വീഡിയോ ഒരുപാട് ബോറടിപ്പിക്കില്ല. അപ്പോൾ ആ ഹാപ്പി ന്യൂസ് ഞാൻ പറയാം. എൻ്റെ ചാനൽ 2 വർഷത്തിനിടയിൽ, 2 വർഷമായി ഈ ഓണം വന്നു കഴിഞ്ഞാൽ, ആ 2 വർഷത്തിനിടയിൽ 3 തവണ നമ്മൾ മോണിറ്റേഷന് കൊടുത്തു. അതിൽ 2 തവണ റിജക്റ്റായിപ്പോയി. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ 2 പ്രാവശ്യം ഞാൻ മോണിറ്റേഷന് കൊടുക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റിജക്റ്റ് ആയത് നിങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇത്തവണ ഞാൻ ജൂലൈ 1-ാം തീയതി മോണിറ്റേഷന് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഇതും റിജക്റ്റായി പോവും, എനിക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയായിരുന്നു എൻ്റെ ഉള്ളിൽ. കാരണം ഒരു വിശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടം അതായിരുന്നു. കാരണം 2 പ്രാവശ്യം റിജക്റ്റായി പോയി. ഇത് ഇനി കിട്ടില്ല, ഇനി ചിലപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം 1-3 അപ്പോൾ ഇതും റിജക്റ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മോണിറ്റേഷന് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മോണിറ്റേഷന് കൊടുത്തത് തന്നെ. ജൂലൈ 1-ാം തീയതി ഞാൻ കൊടുത്തു. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റായി 2-ാം തീയതി ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് മോണിറ്റേഷൻ അപ്രൂവ്ഡായി കിട്ടി. പക്ഷെ അന്ന് തന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് അന്ന് തന്നെ വയ്യാതായി, പനിയൊക്കെ ആയി. പിന്നെ 1 ആഴ്ച റെസ്റ്റിലായിരുന്നു. ഇപ്പോഴും ശരിക്കൊന്നും റെഡി ആയിട്ടില്ല. എന്നാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം ഇത്രയും ദിവസം കുറേ ആയി നമ്മുടെ വീഡിയോസ് ഒന്നും ചാനലിടാണ്ട്. ചാനൽ ഇത്തിരിയൊന്നും താഴേക്ക് പോയി, ഗ്രോ ആയിപ്പോയി. അപ്പോൾ ഈ സന്തോഷ വാർത്തയെങ്കിലും നിങ്ങളോട് അറിയിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഇതും കൂടി അറിയിച്ചില്ലേ പിന്നെ നിങ്ങൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ മോശമല്ലേ. കുറേ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ചേച്ചി വീഡിയോ ഇടുന്നില്ലേ, എന്താണ് കാണാത്തത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതാണ്, എനിക്ക് പനിയായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത കിട്ടിയ 2 പ്രാവശ്യം ഞാൻ മോണിറ്റേഷനും കൊടുക്കുമ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടിയില്ല. പക്ഷെ ഈ മൂന്നാമത്തെ പ്രാവശ്യം കൊടുത്തതിൽ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കിട്ടുന്നു. പക്ഷെ അത് ഓപ്പോസിറ്റായി കിട്ടി. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം നമ്മൾ 4000 വാഷ് ടൈം ഫുള്ളായി തയ്ച്ചിട്ട് ഒരു ഫസ്റ്റ് തയ്ച്ചു, പിന്നെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഒരു ഏകദേശം നമ്മൾ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കി ഒരു 2000 വാച്ച് അവറാക്കി, പിന്നെ അതിൽ 2000 കൂട്ടി നമ്മൾ 2ാമത്തെ പ്രാവശ്യം ചാനൽ മോണിറ്റേഷൻ കൊടുത്തതിന് ശേഷം പിന്നെയും അത് റിജക്റ്റ് ആയിപ്പോയി. പിന്നെ ആ വാച്ച് അവറിന്ന്
അല്ല സോറി 400 സംതിങ് വരെ, 400 300 സംതിങ് വരെ അത്രയും വീഡിയോസ് നമ്മൾ ലൈവും വീഡിയോസും എല്ലാം ഡിലീറ്റാക്കിയ ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. ആ 400 സംതിങ് മുതൽ ഈ 4000 വാച്ച് ടൈം ആവുന്നവരെ ഞാൻ ലോങ് വീഡിയോസ് ഇട്ടു. ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടു. പക്ഷെ ഞാൻ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു തവണ എനിക്ക് കിട്ടിയില്ലേ ഞാൻ പിന്നെ ഒരിക്കലും യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് മോണിറ്റൈസേഷന് കൊടുത്തതും എല്ലാം ചെയ്തതൊക്കെ. പക്ഷെ എന്തോ ദൈവം താൻ ബാധി ദൈവം ബാധി എന്ന് പറയില്ലേ, പക്ഷെ ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. പക്ഷെ ഏറ്റവും എനിക്ക് ദൈവത്തിനോട് നിങ്ങളോടാണ് എനിക്ക് ഒരുപാട് നന്ദിയുള്ളത്. ഏത് വീഡിയോ ആണ് എൻ്റെ വൈറലായി എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം, എൻ്റെ ഈ യൂട്യൂബ് ചാനലിന് മാറ്റിയത് ആ ഒരു വീഡിയോ ആണ്. താങ്ക് യു യൂണിവേഴ്സൽ പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് 95K പേരോളം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്കാണ് 4000 വാച്ച് അവർ അല്ല, അതിൽ കൂടുതലുണ്ട്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ആ ഒരു വീഡിയോയിൽ പലവർക്കും എന്താ പറയുക റിസൾട്ട് കിട്ടി പറഞ്ഞിട്ട് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കും അതിലൂടെ തന്നെയാണ് ഈ റിസൾട്ട് കിട്ടിയത്. അത് ഞാൻ തുറന്ന് നിങ്ങളോട് പറയണം. ആ വീഡിയോ ഇട്ടതിന് ശേഷം, അങ്ങനെ പറഞ്ഞതിന് ശേഷം 4ാമത്തെ ദിവസം എൻ്റെ ചാനലിൽ 500 വാച്ച് അവർന്ന് പോയിട്ട് 1000 സംതിങ് ആയി. പിന്നെ 5 ആകുമ്പോഴേക്കും 3000 ആയി. ഒരാഴ്ച കൊണ്ട് തന്നെ 4000 വാച്ച് ടൈം എനിക്ക് കംപ്ലീറ്റ് ആയി. പക്ഷെ ആ ഒരു വീഡിയോക്ക് കിട്ടിയത് ഇപ്പോൾ 5K അല്ല 5K കൂടുതലുണ്ട് ഇതുകൊണ്ട് വാച്ച് ടൈം ആ ഒരു വീഡിയോക്ക്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ്. എന്താ പറയുക, താങ്ക് യു യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിനോട് ഭയങ്കര വിശ്വാസം ആ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു വീഡിയോ വൈറലായി. എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർ കൂടി. അതെല്ലാം എനിക്ക് ആ ഒരു എന്താ പറയുക വീഡിയോ ചെയ്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ വിശ്വസത്തോടു കൂടി എന്ത് ചെയ്താലും അതിന് ഉറപ്പായും ഫലം കിട്ടും. അത് 100% ഉറപ്പാണ്. ഞാനിപ്പോൾ അധികം ഇനി വീഡിയോ നീട്ടി വലിക്കുന്നില്ല. എനിക്ക് തൊണ്ടയ്ക്ക് ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാം. ചിലപ്പോൾ എനിക്ക് നാളെ ഇടാൻ പറ്റില്ല. എൻ്റെ ഒന്ന് കുറച്ച് വൈകല്യം കൂടി ഒന്ന് ഓക്കെ ആയതിന് ശേഷം മാറിയതിന് ശേഷം ക്ഷീണമൊക്കെ മാറിയിട്ട് ഞാൻ ഇനി അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ബൈ.